ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു 65 വാട്ടിൻ്റെ നല്ലൊരു അഡാപ്റ്റർ, ടൈപ്പ് സി അഡാപ്റ്റർ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്പീഗറിൻ്റെ ഫ്രീസറിൽ വെച്ചിരുന്നത് കൺഫ്യൂഷൻ ആയിപ്പോയി. റിങ്കേൻ്റെ 65 വാട്ടിൻ്റെ ഗ്യാൻ ചാർജറാണ്. 3 പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ഒരു 2 ടൈപ്പ് സി പോർട്ടും ഒരു ടൈപ്പ് എ പോർട്ടാണ് വരുന്നത്. ഇത് ഇമ്പോർട്ടഡ് സാധനം ഉണ്ടോ, മെയ്ഡ് ഇൻ കൊറിയ ആണ്. റിങ്കേ എന്നൊക്കെ പറയുന്നത്, സ്പീഗർ എന്നൊക്കെ പറയുന്നതൊക്കെ ഈ സൗത്ത് കൊറിയൻ ബ്രാൻഡാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി സാധനമാണ്. നിങ്ങൾ ആക്ച്വലി ഒരു 3000 രൂപ താഴെ ഒരു 65 വാട്ട് ചാർജ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല, ഇപ്പോൾ കുറേ ആംബ്രൈനും അങ്ങനത്തെ സാധനമാണ്. ആംബ്രൈൻ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 10 പൈസയുടെ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ അതൊക്കെ. ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി സാധനം വാങ്ങിക്കാട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബോർഡും ലാപ്ടോപ്പ് ആയിക്കോട്ടെ. 65 വാട്ട് ഇപ്പോൾ ലാപ്ടോപ്പും ഫോണൊക്കെ ചാർജ് ചെയ്യുമല്ലോ 65 വാട്ടിൻ്റെ. ലാപ്ടോപ്പും ഫോണിൻ്റെയും ബോർഡൊക്കെ അടിച്ചു പോകും. നല്ല ലോക്കൽ ഈ ഫോൺ 1,00,000 രൂപ വാങ്ങിക്കും. എന്നിട്ട് ചാർജർ പോയിട്ട് 500 രൂപയുടെ 600 രൂപയുടെ ഒക്കെ ലോക്കൽ സാധനം. കുറേ പേര് ഇങ്ങനെ പരിപാടി ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. ഐഫോണാണ്, പക്ഷേ വാങ്ങിക്കാൻ പോകുന്നത് 500-ന് 600-ന് 500-ന് താഴെ ഉള്ള ഒരു ചാർജർ റെക്കമെൻഡ് ചെയ്യുന്നൊക്കെ വന്നിട്ടാണ് നമുക്ക് കമൻറ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ വാങ്ങിക്കുമ്പോൾ നല്ല സാധനം വാങ്ങിക്കട്ടെ. അപ്പോൾ ഇതൊന്നും ഭയങ്കര ഹൈ എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ബെൽക്കിനൊക്കെ നോക്കുകയാണെങ്കിൽ ബെൽക്കിനൊക്കെ MFI സർട്ടിഫൈഡാണ്. അതൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല റേറ്റ് വരും. അപ്പോൾ ഗ്രീൻ ആയാലും നല്ല ക്വാളിറ്റി ബ്രാൻഡാണ്. ഇതും റിങ്കേ നല്ല ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. മെയ്ഡ് ഇൻ ഇത് ഇമ്പോർട്ടഡ് സാധനമാണ്. മെയ്ഡ് ഇൻ സൗത്ത് കൊറിയ, റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന് പറയുന്നതാണ്. ഇന്ത്യൻ ഒറിജിനൽ അല്ല, പക്ഷേ വാറണ്ടി കുഴപ്പമില്ലാണ്ട് കിട്ടും. MRP ഞാൻ ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കാണിച്ചത്. അതുപോലെ തന്നെ ചാർജിങ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത്. ഇത് ഓൾറെഡി ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക, എൻ്റെ ഒരു പവർ ബാങ്ക്. അപ്പോൾ ഞാൻ അത് ചാർജിങ് കാര്യങ്ങളൊക്കെ കാണിച്ചത്. അതിന് മുമ്പ് ഞാൻ ബോക്സ് ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചത്. അതാണ് സംഭവം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ഞാൻ ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നോക്കാൻ മറക്കണ്ട. നമ്മുടെ സെറ്റാപ്പിൻ്റെ റെഫർ ലിങ്കുകളാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്പാണ്. കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിൻ കോഡും സംഭവമൊക്കെ വെച്ചത് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ, സർവീസബിൾ ആണെന്നൊക്കെ അറിയാൻ പറ്റും. ചെക്ക് കോഡ് നോക്കാൻ മറക്കണ്ട. ക്രെഡിറ്റ് സ്കോർ നോക്കാൻ പറ്റും കേട്ടോ. താഴെ ഉണ്ട്, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്പീക്കറിൻ്റെ അഡാപ്റ്റർ കേട്ടോ. 65 വാട്ടിൻ്റെ ചെറിയ സാധനമാണ്. നമുക്ക് ടൈപ്പ് എ ആണെങ്കിൽ 30 വാട്ട് കിട്ടും. ടൈപ്പ് സി 2 65 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് റിങ്കേ. ഇത് മെയ്ഡ് ഇൻ സൗത്ത് കൊറിയ ആണ് കേട്ടോ. സൗത്ത് കൊറിയയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് ഇമ്പോർട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിറ്റാണല്ലോ. ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ എഴുതിയിട്ടുണ്ട്, ബോക്സിൽ മെയ്ഡ് ഇൻ ഇമ്പോർട്ടഡ് എഴുതിയിട്ടുണ്ട്. കോമഡിയാണല്ലോ. നമുക്കിതിൽ 65 വാട്ട് ഇത് നല്ല ക്വാളിറ്റി സാധനം കേട്ടോ. റിങ്കേ എന്ന് പറയുന്നത് സൗത്ത് കൊറിയൻ ബ്രാൻഡ് തന്നെയാണ്. അതിൽ ഇമ്പോർട്ടഡ് എന്നൊക്കെയാണ് അവരുടെ ബോക്സിലും കാണാനൊക്കെ എഴുതിക്കുന്നത്. ഞാൻ നേരത്തെ ബോക്സ് കാണിച്ചെന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബോക്സ് വേണമെങ്കിൽ ഒന്നുകൂടി അടുത്ത് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ബോക്സ്. കണ്ടു, മാനുഫാക്ചർഡ് 4 ആണ്. കണ്ടു, റിപ്പബ്ലിക് ഓഫ് കൊറിയ, മാർക്കറ്റഡ് ബൈ ആണ് നമ്മുടെ ഇന്ത്യയിലത്തെ കമ്പനി. അല്ലല്ല, അത് മാനുഫാക്ചർഡ് ഫോർ റിയൽത്ത് ഇൻക്ലൂസീവ്, മാനുഫാക്ചർഡ് ബൈ ടോപ്പ് ലാൻ ഇന്ത്യ. 2 സ്ഥലത്തും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടിക്കുന്നപ്പം മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ് കേട്ടോ. മെയ്ഡ് ഇൻ സൗത്ത് കൊറിയ അല്ല. അപ്പോൾ സ്കാൻ ഇയർ ഫോർ 1 ഇയർ + 1 ഇയർ 2 കൊല്ലം വാറണ്ടി നമുക്ക് വരുന്നുണ്ട്. റിങ്കേ നല്ല ബ്രാൻഡാണ്. ഞാൻ അതിൻ്റെ എന്താ പറയുക, കേസും സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ളതാണ്. അവരുടെ വെബ്സൈറ്റാണിത്. www.rinke.com ആണ് ഓഫ് ഗ്ലോബൽ വെബ്സൈറ്റ്. ഇന്ത്യൻ www.rinke.co.in. അതായത് അവരുടെ ഒറിജിനലാണോന്ന് അറിയാനുള്ള ഒറിജിനൽ സ്റ്റിക്കർ. 3 പോർട്ട് ഫാസ്റ്റ് ചാർജറാണ്. നിങ്ങളൊരു 3000 രൂപയുടെ താഴെ ഒരു ഫാസ്റ്റ് ചാർജിങ് 65 വാട്ടിന് നല്ല നോക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലോക്കൽ സാധനങ്ങളൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കരുതില്ല. ഫോണൊക്കെ അടിച്ചു പോകും. എസ്പെഷ്യലി ലാപ്ടോപ്പൊക്കെ വാങ്ങിക്കാനാണെങ്കിൽ നോക്കാവുന്ന സാധനം. ചെറുതായിട്ട് ഹീറ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. നമ്മളിത് ചാർജിങ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചാർജ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് എപ്പോഴും നിങ്ങൾ ഇതുപോലെ ഫാസ്റ്റ് ചാർജിങ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴേ ഒരു ഫാസ്റ്റ് ചാർജിങ് എനേബിളായിട്ട് ഒരു കേബിളും വാങ്ങിക്കാൻ മറക്കണ്ട. ഞാൻ യൂസ് ചെയ്യുന്നത് GMൻ്റെ ഒരു 100 വാട്ടിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്ന ഒരു മോഡലായിട്ടുള്ളൊരു ഒരു കേബിളാണ്. ഇത് ഞാൻ 2-3 ഉപയോഗിക്കുന്നുണ്ട്. വലിയ പ്രശ്നമില്ലാത്ത സാധനമാണ്. ഞാൻ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഈ പ്രോട്ടോണിക്സിൻ്റെ ഒക്കെ പെട്ടെന്നൊരു അടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ അത്യാവശ്യം കുറച്ച് കാലമായിട്ട് നിൽക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് കുത്തി കാണിച്ചു തരാം. 2 പിന്നാണ് കേട്ടോ. ഇത് കുത്തി നമുക്ക് നമ്മുടെ സാംസങ്ങിൽ കുത്തി വെക്കാൻ. എൻ്റെ ബാക്കിയുള്ള ഫോണൊക്കെ ഫുള്ളാണ്. ഇതാ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വാട്ട് വരെ ഇവിടെ കാണിക്കുന്നതും കൂടെ കാണാൻ വേണ്ടോ. 15 VD 20. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു 75% ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് 45 വാട്ടിൽ ചാർജ് ആവില്ല. 20 വാട്ടൊക്കെയാണ് ചാർജ് ആവുന്നത്. പക്ഷേ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 ചാർജ് ആവുന്നുണ്ട്. സപ്പോർട്ടറാണ് കേട്ടോ. അപ്പോൾ അതുപോലെ മൾട്ടിപ്പിൾ PD ചാർജിങ്ങും PPS ചാർജിങ്ങും ഒക്കെ സപ്പോർട്ടുണ്ട് ഇതിന്. വിവോൻ്റെയും നമ്മുടെ ഒപ്പോന് ആക്ച്വലി 55 വാട്ടിൻ്റെ PG ചാർജിങ് ഉണ്ട്. വിവോനാകുമ്പോൾ 33 വാട്ടാണ്. ഇത് എൻ്റെ ഫോൺ ഓൾറെഡി ഫുള്ളാണ്. നമ്മുടെ ഇപ്പോൾ ഷവോമിയുടെ ടാബ്ലറ്റും ഇതൊക്കെയാണെങ്കിൽ 27 വാട്ടാണ് ചാർജിങ് വരിക കേട്ടോ. അതും എൻ്റെ ആക്ച്വലി ഫുള്ളാണ്. അല്ലെങ്കിൽ അതും ചാർജ് ചെയ്ത് കാണിച്ചിരുന്നു. ലാപ്ടോപ്പും ഫുള്ളാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു ഇതുപോലെ തന്നെ ഒരു 65 വാട്ടിൻ്റെ ഒരു
പവർ ബാങ്ക് ബഡ്ജറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇതെല്ലാം ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഇത് ലാപ്ടോപ്പ് കുത്തി കാണിച്ചു തരാം. 65 വാട്ട് 61 വാട്ടൊക്കെ ആ റേഞ്ചിൽ നമുക്ക് കിട്ടും കേട്ടോ. അതിപ്പോൾ നീക്കി വയ്ക്കാം. ഇത് നമ്മുടെ മോട്ടോ ബുക്കാണേ. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ലിനോവേൻ്റെ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിലപ്പോൾ സെൽ ഔട്ട് ചെയ്യും. ഇൻട്രസ്റ്റ് ഉള്ളൊരു വാട്സപ്പിലേക്ക് വേണമെങ്കിൽ ബുക്കിംഗ് ആൾക്ക് ചെയ്യുന്നല്ല അൺബോക്സ് ചെയ്തിട്ടുള്ളൂ. ഇതാ നമ്മുടെ കുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചാർജിങ് കാണുന്നുണ്ടായിരിക്കും. 32 വാട്ടായി, 46 വാട്ടായി, 60 വാട്ടായി കണ്ടു. 60 വാട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ഇതും ഓൾമോസ്റ്റ് ഫുള്ളാണ്. അപ്പോൾ ഫുള്ളി 65 വാട്ടിനും ഫുള്ള് ചാർജ് ആവുന്നില്ല. ഇതിപ്പോൾ 59 ആയി കണ്ടു. ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 80% ഒക്കെ ഇപ്പോൾ ചാർജ് ഉണ്ട് ഇതിൽ ഈ ലാപ്ടോപ്പിൽ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഒരു 3000 താഴെ നിങ്ങളൊരു എന്താ പറയുക അതുപോലെ ഒരു ചാർജർ ടൈപ്പ് സി ചാർജർ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം നോക്കാട്ടെ. അത് ആമസോണിലൊക്കെ ഉണ്ട്. ഫ്ലിപ്കാർട്ടിലുണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ ആമസോണിനാണ് വാങ്ങിച്ചത്. റിങ്കെ 65 വാട്ട് ഗ്യാൻ ചാർജ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത് കേട്ടോ. ജസ്റ്റ് റിങ്കെ ചാർജ് എന്ന് അടിച്ചാൽ തന്നെ കിട്ടും. 3899 രൂപയ്ക്കാണ് MRP. പക്ഷേ എനിക്ക് കിട്ടിയത് 2899 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ വേറെ ഒന്നുമില്ല ഈ ബോക്സിൽ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ചാർജറോടെ ഉണ്ടായിരിക്കും, വേറെ ഒന്നുമില്ല. ബോക്സ് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. ബൈ.